ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ചുങ്കം ചുമത്തുന്ന രാജ്യം എന്നാണ് ട്രംപ് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാകാത്ത സ്ഥിതിയാണെന്നും ട്രംപ് പറയുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രചാരണം തള്ളി ട്രംപ് രംഗത്ത് വരികയും ചെയ്തു. രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ത്രികക്ഷി ചർച്ചയ്ക്ക് ശേഷം രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം അത് തുടരുകയാണ്, അല്ലേ? തീർച്ചയായും ഈ ആരോഗ്യ പ്രശ്നങ്ങളാൽ ട്രംപ് വലയുകയാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു ആര്യ. അതുമായി ബന്ധപ്പെട്ട ചില ഹാഷ്ടാഗുകളൊക്കെ, ട്രംപ് മരിച്ചു എന്ന രീതിയിലുള്ള ഹാഷ്ടാഗുകളൊക്കെ പ്രചരിച്ചിട്ട് പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അത് വൈറലായിരുന്നു. JD വാൻസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ട്രംപിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ താൻ അമേരിക്കയുടെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് മറ്റുമായിരുന്നു. ഇതൊക്കെ വലിയ തോതിൽ അഭ്യൂഹങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാർത്താ സമ്മേളനം വിളിക്കാൻ അദ്ദേഹം തയ്യാറായത്. താൻ വലിയ തിരക്കിലായിരുന്നു. ജോലി തിരക്കുകളും മാധ്യമങ്ങൾക്കുള്ള അഭിമുഖവും ഒപ്പം ഗോൾഫ് ക്ലബ് സന്ദർശനവും മറ്റുമായി വലിയ തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇതിനിടയിൽ ഇന്ത്യയെ വീണ്ടും രൂക്ഷമായി വിമർശിക്കാനും ട്രംപ് മടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ചുങ്കം ചുമത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഏകപക്ഷീയമാണ് എന്ന കാര്യം ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നൊരു പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം. ഒരു ഉൽപ്പന്നങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊന്നും ഇന്ത്യയിൽ വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നും ട്രംപ് പറയുന്നൊരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. അത് വളരെ പ്രധാനമാണ്. ഒപ്പം റഷ്യ ആഗോളതലത്തിൽ ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു. കാരണം അമേരിക്കയ്ക്കെതിരെ റഷ്യയും ചൈനയും ചേർന്നുള്ള ഒരു അച്ചുതണ്ട് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിൽ അതിൽ തനിക്ക് ഒട്ടും ആശങ്കയും ഭീതിയും ഇല്ലെന്നും അവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്നുമാണ് ട്രംപ് മറുപടി പറഞ്ഞത്. ഒപ്പം വ്ളാഡിമിർ പുടിൻ്റെ കാര്യത്തിൽ താൻ വലിയ നിരാശനാണ് എന്നുള്ള ഒരു വാദവും ട്രംപ് മുന്നോട്ട് വെച്ചു. ഒപ്പം യുക്രൈനിൽ ഉണ്ടാകുന്ന മരണങ്ങൾ, റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും ട്രംപ് പറയുകയാണ്. അതായത് വ്യക്തമാക്കുന്നത് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. ഇന്ത്യ പലപ്പോഴും ഏകപക്ഷീയമായി കരാറുകൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ് എന്നും ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലേക്കാണ് എന്നും അതിൻ്റെ എല്ലാ പ്രയോജനവും ഇന്ത്യക്ക് മാത്രമാണ് എന്നും അമേരിക്കയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടുന്നില്ല എന്നും ആവർത്തിക്കുന്ന ട്രംപ് ഇന്ത്യയുമായി തൽക്കാലം അനുരഞ്ജനത്തിലില്ല എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഒപ്പം കൂടുതൽ മരുന്നുകൾക്കടക്കം, മെഡിസിൻസിനടക്കം 200% താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ആലോചിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഇന്ത്യക്കാണോ അമേരിക്കയാണോ ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ വളരെ ചില നിലപാടുകൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് മാധ്യമങ്ങളടക്കം ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ ഇത്തരം ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സൂചനകൾ. അത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തൽക്കാലം അത്തരം കാര്യങ്ങളിലേക്ക് ട്രംപ് കടന്നിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം അമേരിക്കയിൽ വലിയ വിമർശനം ട്രംപുമായി ബന്ധപ്പെട്ട ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്നതിൽ അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ട്രംപിനെ ഒരുപക്ഷെ ഒന്ന് ചിന്തിപ്പിച്ചേക്കാം. അതായത് കൂടുതൽ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാതെ തൽക്കാലം ഒന്ന് മയപ്പെടുത്തുന്ന സമീപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ചുങ്കം, താരിഫ്, അത് കുറയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു സൂചനകളും ട്രംപ് നൽകുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇന്ത്യ ആശങ്കയിലാടുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാങ്ഹായിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യ കൂടുതൽ വിപണികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതലായി വാങ്ങും എന്നുള്ള പ്രഖ്യാപനവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ റഷ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വില വീണ്ടും കുറയ്ക്കും എന്നുള്ള സൂചനകൾ കൂടി റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ ലോകത്തിൽ ഒരു പുതിയ അച്ചുതണ്ട് അമേരിക്ക ഇല്ലെങ്കിലും അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിലും തങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന കൃത്യമായ പ്രഖ്യാപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ കൂടി ട്രംപ് വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ അച്ചുതണ്ടിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പേര് ട്രംപ് എടുത്തു പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള അച്ചുതണ്ടിൻ്റെ കാര്യമാണ് എടുത്തു പറഞ്ഞതും അത് തന്നെ ആശങ്കപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം കൂടി ട്രംപ് ഒരുക്കി എന്നുള്ളതാണ്. ഏതായാലും താൻ ആരോഗ്യവാനാണ് എന്ന സന്ദേശം വളരെ കൃത്യമായി തന്നെ ട്രംപ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രചരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ചില തിരക്കുകൾ കാരണം മാധ്യമങ്ങൾക്കുള്ള അഭിമുഖത്തിൽ താൻ ഉണ്ടായിരുന്നു. പല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി. ജോലി തിരക്കുണ്ടായിരുന്നു. ഒപ്പം വെർജീനിയയിലെ ഗോൾഫ് ക്ലബ് സന്ദർശനം തൻ്റെ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമായി താൻ നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ തിരക്കുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി
തന്നെ പൊതുമധ്യത്തിൽ കാണാതിരുന്നത് എന്നുള്ള സൂചനകൾ കൂടി ട്രംപ് നൽകുകയാണ് ആര്യ. രഞ്ജിത്ത്, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ട്രംപ് ഉന്നയിക്കുന്നു. അതായത് കാര്യങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് പോയി, താൻ വിചാരിക്കുന്ന ഇടത്ത് കാര്യങ്ങൾ എത്തി നിന്നില്ല ഈ താരിഫ് പ്രഖ്യാപനത്തിലൂടെ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ ഈ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ അത് എങ്ങും എത്താതെ നിൽക്കുന്ന സാഹചര്യമാണ്. അത് ഒരു ഘട്ടത്തിലും ഇനി പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ വിലയിരുത്തണമോ? അതിനപ്പുറം അതിൻ്റെ കൂടെ ഒരു കാര്യം, അതായത് ഈ ചൈനയ്ക്ക് ഈ താരിഫ് പ്രഖ്യാപന സമയത്ത് ഒരു ഇളവൊക്കെ നൽകിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം താരിഫ് പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. പക്ഷേ പ്രഖ്യാപനത്തിൽ വരുമ്പോൾ 125% താരിഫ്, മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ താരിഫ് ചുമത്തപ്പെടുന്നത് ചൈനയ്ക്ക് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു താരിഫ് ചുമത്തപ്പെടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഈ ട്രംപിൻ്റെ ഒരു പ്രത്യേകത വളരെ പെട്ടെന്നാണ് ഒരു രാജ്യത്തെ ശത്രുപക്ഷത്തേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ആ തരത്തിലുള്ള രീതിയിൽ, നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഇപ്പോൾ രണ്ടാമത്തെ ടേമിൽ വീണ്ടും പ്രസിഡന്റായി വരുമ്പോഴും ഒക്കെ ആ തരത്തിലുള്ള സമീപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും കൂടുതൽ സൗഹൃദം ഇന്ത്യ പുലർത്താൻ ശ്രമിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. ട്രംപുമായി ബന്ധപ്പെട്ട് മോദി ചില തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ശരി രഞ്ജിത്ത്, തുടരാമെങ്കിൽ തുടരാം. ആര്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്, അത് അതിനോട് ചേർത്ത് വെക്കണം. ഒന്ന്, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമല്ല തന്നെ അലോസരപ്പെടുത്തിയതെന്നും ഇന്ത്യക്കെതിരെ ചുങ്കം ചുമത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. വ്യാപാര ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു അനാസ്ഥ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കണം. അതായത് ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ ഇന്ത്യ പലപ്പോഴും ശ്രമിച്ചിരുന്നു. കൃത്യസമയത്ത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോയില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി. അതായത് റഷ്യയുമായി എണ്ണ വാങ്ങുന്നത് മാത്രമല്ല തന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് തന്നെ നയിച്ചത് എന്നുള്ള സൂചനകൾ ട്രംപ് നൽകുന്നുണ്ട്. അത് പ്രധാനമാണ്. കാരണം ലോകരാജ്യങ്ങൾ ഒട്ടാകെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ നയം തീരുമാനിക്കാൻ, അവർ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങണം എന്ന് തീരുമാനിക്കാനുള്ള തരത്തിലുള്ള അവകാശം ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷേ ഏകപക്ഷീയമായ തരത്തിൽ ഇത്തരം ചുങ്കങ്ങൾ ചുമത്തുമ്പോൾ അതെന്തിന് അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം, അവരുടെ നയങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇടപെടണമെന്ന ചോദ്യം ലോകരാജ്യങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഷാഹായിലും സമാനമായി തന്നെ ചില ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇന്ത്യക്ക് പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം ഇന്ത്യക്ക് വലിയ പിന്തുണ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പലപ്പോഴും താനാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ ഇന്ത്യയുടെ നയത്തിന്, ഇന്ത്യ തീരുമാനിച്ച കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അവിടെയാണ് ട്രംപ് ഇത്തരത്തിൽ നിലപാടും നയങ്ങളുമൊക്കെ മാറ്റുന്നത്. റഷ്യൻ എണ്ണ മാത്രമല്ല പ്രശ്നം എന്നുള്ളതും ഇന്ത്യയുടെ വ്യാപാര രീതികൾ, അതായത് തങ്ങളുമായുള്ള ചർച്ചകളുടെ രീതികൾ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടായാലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ വളരെ പെട്ടെന്ന് ശത്രുപക്ഷത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസക്തമായ ചില അച്ചുതണ്ടുകൾ രൂപപ്പെടുകയും ഇന്ത്യയും റഷ്യയും ചൈനയുമായി ചില വ്യാപാര സാധ്യതകൾ, ഒപ്പം അതിർത്തി തർക്കമടക്കമുള്ള പ്രശ്നങ്ങളിൽ ചില അനുരഞ്ജനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയൊക്കെ വരും. നമുക്കറിയാം, അമേരിക്കയ്ക്ക് ഏറെ താല്പര്യമുള്ള സ്ഥലമാണ് ഏഷ്യയിലെ പല പ്രദേശങ്ങളും എന്നുള്ളത് അറിയാം. പാകിസ്ഥാനുമായി അവർ വലിയ തോതിലുള്ള ബന്ധം പുലർത്തുന്നുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം പലപ്പോഴും വൈറ്റ് ഹൗസിൽ വന്നു പോയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെ ചൈനയുമായി ഇന്ത്യ അടുക്കുന്നതിനെ ആശങ്കയോടെ തന്നെ അമേരിക്ക എന്ന രാജ്യം ഒട്ടാകെ കാണുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെയാണ് ട്രംപ് ഇത്തരം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ വരുമ്പോൾ, കൂടുതൽ ചുങ്കം ചുമത്തുമ്പോഴൊക്കെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയരുകയും കോടതിയിൽ പോലും ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ താൻ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനാവുന്നില്ല. അമേരിക്കയിൽ എതിർപ്പുണ്ടാകുന്നു, ലോകരാജ്യങ്ങളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രശ്നങ്ങളെയൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഇത്തരം പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്നില്ല. ലോകത്ത് പല വേദികൾ കിട്ടിയിട്ടും ട്രംപിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും നേരിട്ട് വിമർശനം ഉന്നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല എന്നതും പ്രധാനമാണ്. അപ്പോൾ ഒരു അനുരഞ്ജനത്തിൻ്റെ സാധ്യതകൾ ഇന്ത്യ അടയ്ക്കുന്നില്ല. ഏത് സമയത്തും ട്രംപിൻ്റെ മനം മാറാം എന്നുള്ള പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. പക്ഷേ അപ്പോഴും തങ്ങളുടേതായ രീതിയിൽ തങ്ങളുടെ സാധ്യതകൾ തേടി ഇന്ത്യ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതും പ്രധാനമാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ
വർദ്ധിപ്പിക്കാനുള്ള പല മേഖലകളിലേക്കും ഇന്ത്യ കടക്കുന്നുണ്ട്. പല രാജ്യങ്ങളുമായും അത്തരത്തിൽ ടൈപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും മറ്റും സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും മറ്റും ചെയ്തത്. അങ്ങനെ ഇന്ത്യയുടെ നീക്കവും ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൗനവും ഒക്കെ ട്രംപിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അത് തന്നെയാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് വിചാരിച്ചതുപോലെ തന്നെ ഈ 50% താരിഫ് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതാണ് ഇപ്പോൾ ട്രംപിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത്. ഒപ്പം റഷ്യയും ചൈനയുമായി ചേർന്ന് 3 ശക്തികൾ, വൻ ശക്തികൾ ചേർന്ന് മറ്റൊരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതും ട്രംപിനെ കൂടുതലായി ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രംപിനെ നമുക്ക് കഴിഞ്ഞ 2 ദിവസമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വിശദീകരിച്ചത്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, താൻ മരിച്ചു എന്നതടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്.